ചേച്ചി ഇതില് ഓരോരുത്തർക്കും ഓരോ ഹിഡൻ ടാലൻസ് ഉണ്ടാവില്ലേ? അതില് അദീനക്ക് ഹിഡൻ ടാലന്റ് ഉണ്ട്. ആള് നവ്യ ചേച്ചിനെ കാണിക്കും. അത് ബാലമണിയല്ല, ബാലരാമൻ. മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ. ഞാനേ കണ്ടുള്ളൂ. മൈൻഡ് റീഡ് ചെയ്യും. പിന്നെന്താ മൈൻഡ് റീഡ് ചെയ്യാം? ഒരു പേപ്പറും മരുന്ന് തന്നാൽ മതി. ഓക്കെ, അപ്പൊ ശ്യാം എന്നെ മെന്റലിസം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് എഴുതുക. ഓക്കെ, ജസ്റ്റ് മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് മനസ്സിലൊന്ന് ആലോചിക്ക്. മോനെ, ഈ റീല് ഞാൻ കണ്ടതാ. എന്നിട്ട് ലാസ്റ്റ് മറ്റേ ഇത് മിക്സ് ചെയ്ത് തിരിച്ചിരുന്നല്ലേ? ഇഷ്ടപ്പെട്ട സോങ് ഇല്ലേ, ഇഷ്ടപ്പെട്ട സോങ് ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കോ. കുഞ്ഞാണ് അയ്യോ, കറക്റ്റാ. മനോഹരി 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 രാധേ രാധേ പുരാരി എവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണത്തിനോടിണങ്ങുവാൻ ചെല്ല്. അമ്പലപ്പറമ്പ് വിട്ട് ബോയ്സ് പോകുന്നില്ല സിത്താനി കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഭക്തി കൂടിയെന്നൊക്കെയാണ്. ഭക്തി എന്ന് പറഞ്ഞ ഭക്തി ഏറ്റവും കൂടുതൽ ഫാൻസ് യദുവിനാണ്. യദുവിന് പൊതിയെന്നാ കേൾക്കുന്നേ ഫാൻസ്. ഒരു ഫാൻ വന്ന് പറഞ്ഞ് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അല്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അന്ന് ചെറുതായിട്ട് പറ. ചെറുതായിട്ട് പറഞ്ഞാൽ അത് ചന്ദനത്തിൽ മണമുള്ള നന്ദനത്തിൽ കൂടിക്കൊള്ളും മന്മഥനെ ശിവസുതനെ അയ്യപ്പ മാധവന്റെ തിരുമകനെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആ കുഞ്ഞാവ് പറ, അവളെയാണോ അത്? സിത്താനി കാരണം ആൺപിള്ളേർക്ക് ഭയങ്കര ഭക്തി കൂടുന്നു എന്നൊക്കെ. അമ്പലപ്പറമ്പിട്ട് അവര് പോവാറേ ഇല്ല എന്ന് പറയും. ആ പറ, അങ്ങനെയാണോ? അങ്ങനെ കേൾക്കുന്നു. അമ്പലപ്പറമ്പ് വിട്ട് ബോയ്സ് പോകുന്നില്ല സിത്താനി കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഭക്തി കൂടിയെന്നൊക്കെയാണ്. ഭക്തി എന്ന് പറഞ്ഞ ഭക്തി നിങ്ങളിങ്ങനെ ചിരിച്ചിട്ട് ആ കുട്ടിയൊന്നും ഉണ്ടാവില്ല. പറ. അല്ല, അതല്ല. അല്ല, ഭക്തി ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയണോ? ഇവിടെ ഇല്ല, ഇവിടെ അധികം സംസാരിക്കുന്നില്ല. പറ. അല്ല, അത് കാണുമ്പോ ഭക്തി വരും. അയ്യോ, എനിക്ക് വലിയൊരു സിംഗിൾ ഇന്റർവ്യൂ ആണോ? അതല്ല, ഇപ്പൊ സിത്താനി അവിടെ പ്രോഗ്രാംസ് ചെയ്യുന്നു. അപ്പൊ അത് കാണുമ്പോ കൊറേ ക്രൗഡ് ഉണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിൽ ആൺപിള്ളേരാണ് കൂടുതൽ. ഈ സുന്ദരികളെ കണ്ടിട്ട് അവർ പോകുന്നില്ലെന്ന് പറയുന്നത്. അതുണ്ടാവും. അതുള്ളതോ? ഏറ്റവും കൂടുതൽ ഫാൻസ് യദുവിനാണ്. യദുവിന് പൊതിയെന്നാ കേൾക്കുന്നേ ഫാൻസ്. ആണോ? ഒരു ഫാൻ വന്ന് പറഞ്ഞ് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അല്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അന്ന് ചെറുതായിട്ട് പറ. ചെറുതായിട്ട് പറഞ്ഞാ അതില്ല. അവനെന്തോ പറയാൻ വന്ന്. അല്ല, നിന്റെ അടുത്ത് നന്നായി വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും? സ്റ്റേറ്റ് കലോത്സവം പോയപ്പോ അവിടുന്ന് വൃന്ദാവതി ഉണ്ടായിരുന്നു മത്സര. അത് കഴിഞ്ഞപ്പോ 2-3 പെൺകുട്ടികളൊക്കെ വന്നിട്ട് കൈ എന്നിട്ട് കഴിഞ്ഞു പോയി. അവരെന്താന്ന് പറഞ്ഞ്
ഇൻസ്റ്റാഗ്രാമിൽ നല്ല രസമുണ്ടായിരുന്നു. എന്ത് വൈന്. വയലിൻ റൈസില് എന്നിട്ട് എന്നിട്ട് പോയി. പോയി പിന്നെ അവരെ കണ്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തില്ല. ചെയ്തല്ലേ? ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു. ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കാൻ മറന്നോ? ആ കുട്ടികളെ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് യദുവിനോട് മെസ്സേജ് അയക്കണം. ഓക്കെ, യദു സിംഗിൾ ആണോ? അല്ല അല്ല, അങ്ങനൊന്നും നിങ്ങക്ക് അറിയില്ലേ ഇതൊന്നും? നമ്മൾക്ക് അറിയില്ല. അല്ല പേഴ്സണലാണ് അവൻ പറയണത്. പറയണ്ട പറയണ്ട, കമ്മിറ്റിയുടെ ഞങ്ങൾ ആരോടും പറയില്ല. അയ്യോ, പക്ഷെ കുഴപ്പമില്ല, ഇവരോട് കൂടി കുറെ കഴിയുമ്പോഴേക്കും വീണ്ടും ഇല്ല ഇല്ലേ ഇല്ല. ഈ കൂടുതൽ ഏറ്റവും ഭയങ്കര പാവാരോ? അങ്ങനെ ആരുമില്ല. എല്ലാരും നിങ്ങക്ക് ഏറ്റവും കൂടുതൽ പേടി ആരാ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുരുതുല്യനും ഒരു അച്ഛനെ പോലെ ഡെനില് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് മോത്തടിച്ച് പറയും. മോത്ത അടിച്ചെന്നെ പറയും. അതാണ് അപ്പൊ അതാണ് ഡെനിലിനെ ഒരു എനിക്ക് വേറെ ഉണ്ട്. ഡെനിൽ ആകെ പേടിയില്ലാത്ത വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും. ഡെല്ലിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഡെല്ലി കേൾക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അത് ഡെല്ലിന് അറിയാം. അത് പക്ഷെ എല്ലാം അങ്ങനെയാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതിനെല്ലാം പറയും. എന്താ തോന്നിച്ചത് പറയും. ചിലപ്പോൾ ഹേർട്ടാവും അത് ചിലർക്ക്. എനിക്ക് നല്ല രീതിക്ക് ഹേർട്ടാവാറുണ്ട്. എന്താ ഹേർട്ടായ ഒരു കാര്യം പറ. അല്ല അവൻ പറയും ഒരു കാര്യം പറ. ഒരു കലിപ്പൻ. ആ മീശ കണ്ടിട്ടാണോ കലിപ്പൻ? അല്ല അവൻ അങ്ങനത്തെ മൂടൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. അപ്പൊ കലിപ്പനല്ലേ? കലിപ്പനാണ്. ഏറ്റവും കൂടുതൽ ഈ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നാരോ? സിദ്ധു. ഇല്ലല്ല അങ്ങനെയല്ല. സിദ്ധുവാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞ മെയിൻ മാനേജർ. അവനാണ് നമ്മുടെ ട്രാവല് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്. അതാണ് അവൻ ചെയ്യുന്ന മണ്ടത്തരം. അല്ല അങ്ങനെയല്ല. അവൻ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ട് നിൽക്കൊണ്ട് പറഞ്ഞു. അല്ല അവനാണ് നമ്മുടെ ബാക്കിയുള്ള ട്രാവൽ സംഭവങ്ങളും. ഉരുളണ്ട എന്തുകൊണ്ട് സിദ്ധുനും മണ്ടത്തരം അങ്ങനെ തന്നെയാണ് ചോദ്യം. അത് പെട്ടെന്ന് ഫ്രണ്ട് അവനല്ലേ. അപ്പൊ ഇവരൊന്നും ഫ്രണ്ട്സ് അല്ലേ? അല്ല അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല. കോമഡി. സിദ്ധു ഭയങ്കര കോമഡിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു മാസം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രാം ചാർട്ടൊക്കെ? എത്ര പ്രോഗ്രാംസ് വരും? ഈ മന്ത് ഒരു 15-16 പ്രോഗ്രാമിന്റെ അടുത്തുണ്ട്. അപ്പൊ അതിപ്പം ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം നാളെ ഉണ്ട്, മറ്റന്നാളെ ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ഈ ഇത്രയും ദിവസം നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് അതുണ്ടാവും. ഇപ്രാവശ്യം സംശയം അതാ ഏകദേശം എല്ലാ ഡേറ്റും ഈ മാസം ഫുൾ ബിസി ആണെന്നൊക്കെ. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേറൊരു സോങ് കാണിച്ചു തരാം. അയ്യപ്പ മാധവന്റെ തിരുമകനേ, ശനിയുടെ ഹരനേ വരണേ, മനസ്സിൻ പമ്പയിൽ നീരാടുകനി, ശരണനദിയലകളടിയണം മന്മദാരി ശിവസുതനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സോങ് ഒന്ന് ലൈവായിട്ട്. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കുടികൊള്ളും മന്മദാരി ശിവസുതനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കുടികൊള്ളും മന്മദാരി ശിവസുതനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. ശനിയുടെ ഹരണേ വരണേ, നീ അരവണ മധുരം ധരണേ, മനസ്സിൻ പമ്പയിൽ നീരാടുകനി, ശരണനദിയലകളണിയണ വരദൻ. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കുടികൊള്ളും മന്മദാരി ശിവസുതനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെയാ? മൈക്ക്
ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും പ്രാക്ടീസ് ഉള്ള ദിവസം? എത്ര ദിവസം മുന്നേ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക പ്രോഗ്രാമിന്, അല്ലെങ്കിൽ എത്ര ദിവസത്തോളം പ്രാക്ടീസ് ചെയ്യും? നമ്മള് എല്ലാത്തിനും കുറേ ചോദിക്കണ്ടല്ലോ. നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. ചേച്ചി സമയമാകുമ്പോൾ പറയും, അപ്പം നമ്മളെല്ലാവരും ജോയിൻ ചെയ്യും. അങ്ങനെയാണ് പതിവ്. എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. എത്ര ദിവസം കണ്ടിന്യൂസ് ചെയ്യും? 1.5 ഇടം വിട്ടിട്ട് എന്തായാലും ചെയ്യാറുണ്ട്. ഈ പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യാം? കാരണം എല്ലാരും വേറെ വേറെ സ്ഥലത്താണല്ലോ. ഇവരൊക്കെ എറണാകുളം സൈഡാണ്, അപ്പോൾ നമ്മള് കണ്ണൂർ പയ്യന്നൂരാണ്. പിന്നെ ഇവർക്കൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കൂടുതലും നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രാക്ടീസ് സെഷൻ വെക്കാറ്. പിന്നെ പ്രോഗ്രാം ടൈമിൽ നമ്മൾ ഒന്നിച്ച് ഇരിക്കും, ഇൻസ്ട്രുമെന്റ് എല്ലാവരും കൂടി ഒന്നിച്ച്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെ ഇപ്പം നമ്മളൊരു ക്ലാസ്സിലൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഇന്നാളുടെ അടുത്ത് 1-2 വട്ടം പറഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് സെറ്റ് ആയിക്കോളും, നമ്മൾ അധികം അങ്ങോട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട, അങ്ങനെ ഒരാളായിരുന്നു നന്ദനെ. മീൻസ് എല്ലാവരും അതെ, പ്രത്യേകിച്ച് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കറക്റ്റ് ആയിട്ട് ഞാൻ കുറച്ചും കൂടി നന്ദനെന്ന് പറയും. അതൊന്നും അങ്ങനെ അല്ല, നന്ദനേന്റെ അടുത്ത് പാട്ട് കൊടുത്തു കഴിഞ്ഞാല് അവളത് കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കും. മീൻസ് നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് കൊടുത്തിട്ടായിരിക്കും, അവളത് കറക്റ്റ് ആയിട്ട് പഠിക്കും, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ. അടിപൊളി. ഈ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാമിന്റെ എൻക്വയറീസ് വരുന്ന സമയത്ത് ആരാ ഇന്ന സോങ്സിന്റെ ഒരു ലിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവര് സജസ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണോ? മാക്സിമം സോങ്ങിൽ സെലക്ട് ചെയ്ത് അനക്ക് തന്നെയാണ്. പിന്നെ ശരൺ സജസ്റ്റ് ചെയ്യും, ശരൺ സജസ്റ്റ് ചെയ്യും. പിന്നെ അദീന, എല്ലാരും സോങ് എല്ലാരും സജസ്റ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള കമന്റ്സ്. എനിക്ക് തോന്നുന്നു എല്ലാ നല്ല കമന്റ്സും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് നിങ്ങളും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാം. മനോഹരി രാധേ രാധേ മുരാരി നിവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചെല്ല മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണെ മനസ്സിന്റെ ഉരകളിലൂറി സുഗതമഗീതം പകരാനില്ലേ മനോഹരി 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 രാധേ രാധേ മുരാരി നിവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചെല്ല മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണെ മനസ്സിന്റെ ഉരകളിലൂറി സുഗതമഗീതം പകരാനില്ലേ മനോഹരി 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 രാധേ രാധേ മുരാരി നിവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല എന്താ ചേച്ചി ഇതില് ഓരോരുത്തർക്കും ഓരോ ഹിഡൻ ടാലൻസ് ഉണ്ടാവില്ലേ, എന്തൊക്കെ അതില് അദീനക്ക് ഹിഡൻ ടാലന്റ് ഉണ്ട്. ആള് നവ്യ ചേച്ചിനെ കാണിക്കും. പ്ലീസ് അദീനെ പ്ലീസ്. അത് മറ്റേ മന്ദനം മന്ദനല്ല വന്ദനം നന്ദനം നന്ദനത്തിന് പേര്. മലമണി ഒരു പൊട്ടിയ അത് ബാലമണിയില് ബാലരാമൻ. കുറച്ച് നീണ്ടു നിൽക്കുന്ന 2-3 ഡയലോഗ് പറ. നീണ്ടു നിൽക്കുന്ന മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ. അല്ല ഓരോരുത്തർക്കും ടാലന്റ് എന്താ?
ഡെനിലിന്റെ ഇടലാണ്ട് അറിയില്ലേ? അല്ല അത് അങ്ങനത്തെ അല്ല, അത് സീരിയസ് ആയിട്ടില്ല. അവന്റെ അവനിരുന്ന് ഓർണമെന്റ്സ് ഒക്കെ അവൻ ഉണ്ടാക്കുന്ന തന്നെ. ശ്യാമ് മിക്ക ഇൻസ്ട്രുമെന്റ്സും വായിക്കും. നമ്മള് കണ്ടു. പോരാത്തല്ല, അവൻ മൈൻഡ് റീഡ് ചെയ്യും. ഇന്നലെ എന്റെ മൈൻഡ് റീഡ് ചെയ്ത് നോ പ്ലീസ്. ഇപ്പൊ ശരണ്യ മനസ്സിൽ എന്താന്ന് പറ. അങ്ങനെയല്ല. പിന്നെന്താ മൈൻഡ് റീഡ് ചെയ്യാ? ഒരു പേപ്പർ മരുന്ന് തന്നാ മതി. മതിയോ? ആരെങ്കിലും ചേച്ചീനെ തന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറ. മൈക്കോ അതെന്താ പറയാ, എന്റെ മൈൻഡിലുള്ള എല്ലാം പുറത്തു പറയാൻ പറ്റില്ല, മോശം. ഒന്നുമില്ല, പാട്ട് റിവൈൽ ചെയ്യാൻ വേണമെങ്കിൽ നോക്കി ശ്രമിച്ചു നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ശ്യാം എന്നെ മെന്റലിസം ചെയ്യാൻ പോവാണ്. ഞാനൊരു പാട്ട് വിചാരിക്കണം, അങ്ങനെയാണോ? ഞാൻ അങ്ങോട്ട് തരണോ? ഇങ്ങോട്ട് ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് എഴുതുക. ഓക്കെ, ജസ്റ്റ് മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് മനസ്സിലൊന്ന് ആലോചിക്കും. നല്ല സൈറൻ. ആലോചിച്ചിട്ട് ജസ്റ്റ് ആ സോങ് ജസ്റ്റ് അതിലൊന്ന് എഴുതും. ഇപ്പൊ എഴുതണം. ഞാൻ നോക്കണില്ല, ചെയ്തോ. അതൊന്നിട്ട് മടക്കിക്കോട്ടോ. മടക്കിക്കോ. ഓക്കെ. മോനെ, ഈ റീല് ഞാൻ കണ്ടതാ. എന്നിട്ട് ലാസ്റ്റ് മറ്റേ ഇത് മിക്സ് ചെയ്ത് തിരിച്ചിരുന്നല്ലേ? ഇഷ്ടമല്ലാത്തൊരു സോങ് എഴുതിക്കോ. ഇഷ്ടമല്ലാത്തൊരു സോങ് എഴുതിക്കോ. അതിന് സോങ് മാറ്റണമെങ്കിൽ സോങ് മാറ്റാം, നമ്പർ എന്ത് വേണമെങ്കിലും ആക്കാം. അല്ല, ഇപ്പൊ എന്തായാലും ഫസ്റ്റ് സോങ് എഴുതിയില്ലേ? ഇഷ്ടമല്ലാത്തൊരു സോങ് എഴുതിക്കോണേ. ഇഷ്ടമല്ലാത്ത സോങ്ങാ? അതിപ്പോ എല്ലാ സോങ്ങും നമുക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമല്ലാത്തതാ. അത് വേണമെങ്കിൽ ഇവർക്ക് കാട്ടിക്കൊടുത്തോട്ടോ, ഫസ്റ്റ് സെക്കൻഡ് വേണമെങ്കിൽ എഴുതിക്കോ. ഇഷ്ടമല്ലാത്ത പാട്ട് കിട്ടൂലല്ലോ. മമ്മൂട്ടിയുടെ പാട്ട് എഴുതാൻ ഇഷ്ടമല്ല. ഇല്ല. എഴുതി കാണിക്കണോ? അല്ലേ, അവരും കാണണ്ട. വിശ്വാസം. ബ്രാൻഡായിട്ടൊരു സോങ് എഴുതിക്കോ. ബ്രാൻഡുമായിട്ടൊരു സോങ്ങോ? ഒരു സോങ് കൂടി ബ്രാൻഡായിട്ട് എഴുതിക്കോ. കളിക്കണം. ഇതിപ്പോ ബ്രാൻഡായിട്ട് എഴുതാ. മടക്കിക്കോ. മടക്കിയിട്ട് 4 പേരുടെ കയ്യിൽ കൊടുത്തോ. ഏതെങ്കിലും ബ്രാൻഡ് 4 പേരാ? ആരെങ്കിലും കയ്യിൽ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ 2 സോങ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും. ഓക്കെ, ഇഷ്ടപ്പെട്ട സോങ് ഇല്ലേ, ഇഷ്ടപ്പെട്ട സോങ് ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമോ. നിങ്ങൾ വേണമെങ്കിൽ ഇല്ലേ ആ സോങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിക്കോ. തുറന്നു നോക്കിയിട്ട് വേണമെങ്കിൽ ഷഫിൾ ചെയ്തോ, നിങ്ങൾ തന്നെ ഷഫിൾ ചെയ്തോ സോങ്സ്. ഓക്കെ, മനസ്സിലിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും.
മലയാളം സോങ്സ് ആണോ ഫുൾ എഴുതിയിട്ടുള്ളത്? ഒരെണ്ണം മാത്രം മലയാളം. ആ, ഒരെണ്ണം മാത്രം മലയാളം അല്ലാത്തുള്ളൂ. ഓക്കെ. ഷഫിൾ ചെയ്തോട്ടെ. നിങ്ങൾ ഷഫിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതെൻ്റെ കയ്യിലോട്ട് തന്നോട്ടോ, അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി. ഷഫിൾ ചെയ്ത് കഴിയട്ടെ. അത് ഷഫിൾ ചെയ്തിട്ട് ഇവിടെ തുറന്നു വെച്ചോ, 4 സോങ്സും തുറന്നു വെച്ചോ. അപ്പൊ നീ കാണൂലേ? ഞാൻ കാണും. ഓക്കെ ഓക്കെ, ഇത് വേറും കൂടാണ്. വെച്ചോ, ഇവിടെ വെച്ചോ. പച്ചപ്പേനോ? ജസ്റ്റ് ഞാൻ ഈ സോങ്സ് 4 കാണിച്ചു തരാം. സിദ്ധു മൈക്കൊന്ന് പിടിച്ചു. ഈ സോങ്സ് 4 കാണിച്ചു തരാം. ഞാൻ എന്ത് വെച്ചാലും എസ് മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട സോങ് ഏതാണെന്ന് ചോദിച്ചാലും എസ് മാത്രം പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെടാത്ത വെച്ചാൽ എസ് പറഞ്ഞാൽ മതി. ഓക്കെ. ഈ 4 സോങ്സ് ഇതിലുണ്ട്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്സ് മാത്രം ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. ഇതില് ഇഷ്ടപ്പെട്ട സോങ്സോ? ഐ മീൻ ഫസ്റ്റ് സോങ് അല്ലേ? ഇഷ്ടപ്പെട്ട സോങ് മാത്രം ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. ജസ്റ്റ് കയ്യുണ്ട്. അത് ജസ്റ്റ് കയ്യിലിങ്ങനെ റേറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. സോങ് ഇങ്ങനെ കയ്യിലിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. കയ്യിലിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. മൈൻഡിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു സോങ് ഞാൻ എലിമിനേറ്റ് ചെയ്യാം. വസീകരെ എലിമിനേറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ. കോമൺലി എല്ലാവരും എടുക്കുന്ന സോങ്ങാണ് അത്. എടുക്കാനുള്ള ഒരു ചാൻസസും ഇല്ല. ഓക്കെ. കാരണം അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അത് എടുക്കുള്ളൂ. ചേച്ചി ആ ഇഷ്ടമല്ലാത്ത സോങ് ഇങ്ങനെ ആലോചിക്ക്. ഓക്കെ. ഓക്കെ. എന്തുകൊണ്ടാ ആ സോങ് ഇഷ്ടമല്ലാത്ത? അല്ല, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അറിയാത്ത രീതിക്ക് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഞാൻ ഈ സോങ് കൂടി എലിമിനേറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ. എലിമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ചേച്ചി വിചാരിച്ച സോങ് ആണോ? അല്ല. ഓക്കെ. ഫേവറേറ്റ് സോങ് ആണോ എന്നല്ല ചോദിച്ചേ. കുഞ്ഞാണ് വയലിനെടുക്കണം പോലും. അയ്യോ, കറക്റ്റാ. അപ്പൊ സിത്താനി മെന്റലിസം കൂടി. അയ്യോ, ഞാൻ ആദ്യം വിചാരിച്ചേ ചില റീൽസ് ഉണ്ടല്ലോ ഇങ്ങനെ എഴുതിയിട്ട് തിരിച്ചു കൊടുക്കുന്നത്. സത്യമായിട്ട് ഞാൻ വിശ്വസിലാണ് നിനക്ക് മെന്റലിസം അറിയുന്നത്. അടിപൊളി. ശരി, ഞാൻ വായിക്കോ? എന്റെ നെഞ്ചാക്കത്തിയല്ലേ എന്റെ ഫേവറേറ്റ് സോങ്. എന്റെ ഡോറയ്ക്ക് ഇഷ്ടപ്പെട്ട സോങ്.
കാണാം. സൂപ്പർ. ഈ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മിണ്ടിയില്ലെങ്കിൽ എന്തെന്ത് സൂപ്പറായിട്ടോ അല്ലേ ഭയങ്കര. ഈ മെന്റലിസ്റ്റ് എത്ര നാളായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പഠിക്കാൻ? ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ് ആയപ്പോൾ ഞാൻ 7ാം ക്ലാസ് ആ ലെവലായിരുന്നപ്പോൾ രാത്രി സൈക്കോളജീൻ്റെ വീഡിയോസ് കാണും. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഹൊറർ വീഡിയോസും ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ അല്ലേ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഒന്നിലും ബിലീവബിൾ അല്ല, ഗോഡിനോടും ഇതിനോടൊന്നും ഇഷ്ടമല്ല അങ്ങനെയൊന്നും. പക്ഷേ എന്താ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതിനോടിങ്ങനെ ഇത് കൂടുമ്പോൾ ഇലുമിനാറ്റി എന്ന് കേട്ട്. അപ്പോൾ ഇലുമിനാറ്റി അങ്ങനെ വന്നിട്ട് എല്ലാവരും 7th സെൻസ് സിനിമ 7ാം അറിവ് സിനിമ ഉണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണും. അപ്പം നല്ല രസമല്ലേ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും, നല്ല രസമല്ലേ വേറൊരാൾ ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. ഇത് ശരിക്കും റീഡിംഗ് ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഇൻഫ്ലുവൻസാണ്. ഓക്കെ, ഇപ്പോൾ ചേച്ചി അറിയാണ്ട് തന്നെ ചേച്ചീനെ ഞാൻ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യണ്ട, അതിലോട്ട് ഇടന്താണ് സംഭവം. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടർ. അല്ലാണ്ട് ഇത് അത്രയല്ല, ഏത് മനുഷ്യനും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതും കണ്ടിന്യൂ ചെയ്യും, ഒപ്പം ഇതും കണ്ടിന്യൂ ചെയ്യും മെന്റലിസ്റ്റ് അല്ലേ? അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എനിക്കറിയാം ഇവർ ഓരോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അല്ലേ? ഇവിടെ നിന്ന് ഇനി നേരെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാണ്. അപ്പോൾ സിത്താനി, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഒരുപാട് സ്റ്റേജസ് ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടി അടിപൊളിയാവട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പിന് മുന്നേ ഒരു അടിപൊളി നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഏതെങ്കിലും ഒരു പാട്ടോടുകൂടി നമുക്ക് വൈൻഡപ്പ്.
ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.